കറുത്ത മുന്തിരിയും മുട്ടയും ഉണ്ടാകുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 25 തൊട്ട് 30 വരെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടുകെ കീറിയിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാനാണ്. അതിനകത്തോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ക്യാരമലാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങും. അപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കളറാകുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിനി ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കാരമൽ സോസ് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് ആ മുന്തിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം എന്നിട്ട് ഓഫ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഒരുപാട് ടൈം എടുക്കരുത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അവിടെ എവിടെയും കട്ട് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ചൂടാകുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. നനവില്ലാത്ത ബൗളായിരിക്കണം, അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം എടുക്കുന്നതല്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/3 കപ്പിൽ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ആദ്യം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ബാക്കി മുഴുവനായിട്ട് ചേർത്തിട്ട് നല്ല ക്രീമി ആക്കി എടുക്കുക. ഒരു 4-5 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ ആ ഒരു മുട്ടയും ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ മേലായിട്ട് അരിപ്പ വെച്ച് കൊടുക്കുക. അതിന് ശേഷം 2/3 കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുക. അളവുകളെല്ലാം കൃത്യമായിരിക്കണം, എന്നാലേ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാല് ചേർത്ത് കൊടുക്കണം. നമുക്ക് 1/4 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പാല് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്റർ റെഡി. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിൻ്റെ മേലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ മുന്തിരിയുടെ നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഓൾറെഡി ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അടികട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൻ്റെ മേലെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം അടപ്പിൻ്റെ മേലെയുള്ള. അതിനുശേഷം 25 തൊട്ട് 30 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്സിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു മുന്തിരിയുടെ ആ ഒരു ചാറൊക്കെ കേക്കിലേക്ക് നല്ലോണം ഇറങ്ങിപ്പോയി. മേലെ ഭാഗം കുറച്ച് ജ്യൂസി ആയിട്ടുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഗ്രേപ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നല്ല പഞ്ഞി മാതിരിയാണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് kannur കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കിട്ടില്ല റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്